differential equations. പ്ലസ് ടുവിലെല്ലാം പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റഗ്രേഷനും തമ്മിലൊരു ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സപ്പോസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 1. എനിക്കിതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇതിന് വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി വിഷ് ടു ഫൈൻഡ് എഫ് ഓഫ് എക്സ്. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 2x മൈനസ് 1 dx ഈക്വൽ ടു 2x ഇൻ്റഗ്രലിലെ 2 into x square by 2 2 കട്ട് ചെയ്ത് കളയും. അപ്പോൾ x square കിട്ടും മൈനസ് 1 into ഇൻ്റഗ്രലിലെ x പ്ലസ് c. അപ്പോൾ c is the arbitrary constant. f of x എന്താ? x square minus x plus c എന്ന് കിട്ടി. So there are infinitely many functions having the derivative f dash. ഇതിന്റെ അർത്ഥം എന്താ? f of x എന്ന് പറയുന്നത് x square minus x plus c. ഇനി cക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ f dash of x കിട്ടുന്നത് 2x minus 1 തന്നെയാണ്. cക്ക് 2 കൊടുത്തു കഴിഞ്ഞാലും f dash of x കിട്ടുന്നത് 2x minus 1 തന്നെ. 3 കൊടുത്താലും 2x minus 1 തന്നെ. അങ്ങനെ cക്ക് ഏത് വാല്യൂസ് കൊടുത്താലും f dash of x കിട്ടുന്നത് 2x minus 1 ആണ്. അതിന്റെ അർത്ഥം 2x minus 1 എന്നത് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന അനേകം ഇൻഫൈനൈറ്റ്ലി മെനി ഫങ്ഷൻസ് നമുക്ക് ഉണ്ട് എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. So there are infinitely many functions having the derivative f dash. These functions differ from each other by a constant. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസിലെ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിരിക്കും. ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സിന്റെ കൂടെ ഏതൊരു കോൺസ്റ്റന്റ് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് 2x മൈനസ് 1 എന്നായിരിക്കും. ഇക്വേഷൻ 1 is called the differential equation. എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ in general a differential equation is an equation that involves the derivative or differential of an unknown function. നമ്മുടെ ഇക്വേഷൻ 1ലെ unknown function എന്ന് പറയുന്നത് f ആണ്. f ആണ് നമുക്ക് അറിയാത്ത ഫംഗ്ഷൻ. ആ f ന്റെ ഡെറിവേറ്റീവ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താ? f dash of x is equal to 2x minus 1 എന്ന ഇക്വേഷൻ നമ്പർ 1ന്റെ unknown function f ആണ്. സോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ് unknown function അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? f of x ആണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ? സൊല്യൂഷൻ എന്ന് പറയാം. A solution of a differential equation of an interval I is any function that satisfies the differential equation on I. Thus, equation 2 gives all solutions of differential equation 1 on minus infinity to infinity and is accordingly called the general solution of the differential equation f dash of x is equal to 2x minus 1. 2x minus 1 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയുന്നത് f of x is equal to x square minus x plus c എന്ന് പറയുന്നത്. ഇതിന്റെ ജോമെട്രി നോക്കാം. നമുക്കറിയാം f dash of x is equal to 2x minus 1. അതിന്റെ സൊല്യൂഷൻ ആണ് f of x is equal to x square minus x plus c. c ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? c ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ നിറത്തിലുള്ള ഒരു കർവാണ് കിട്ടുക. സിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിലുള്ള കർവ് കിട്ടും. സിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ കിട്ടും. സിക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സിയുടെ വാല്യൂസ് മാറും തോറും ഇതിങ്ങനെ മേലോട്ടും താഴോട്ടേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഈ സിക്ക് ഓരോ വ്യത്യസ്തങ്ങളായ വാല്യൂസ് കൊടുക്കും തോറും നമുക്ക് എഫ് ഓഫ് എക്സുകൾ കിട്ടുമല്ലോ. അത്തരത്തിലുള്ള അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ. അത്തരത്തിലുള്ള എഫ് ഓഫ് എക്സുകളെ പറയുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ നോക്കാം. The graph of f of x is equal to x square minus x plus c for selected values of c are shown in figure 3. These graphs have one property in common. For any fixed value of x, the tangent line to the graph have the same slope. കണ്ടോ, ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ വരച്ചിട്ടുള്ള ലൈൻസ് അതൊക്കെ സെയിം സ്ലോപ്പ് ആണ് ഇതിന്. ദിസ് ഫോളോസ് because any member of the family f of x is equal to x square minus x plus c must have the same slope at xc, namely 2x minus 1. സ്ലോപ്പ് കണ്ടുപിടിക്കാം, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 2x minus 1 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. Okay, although there are infinitely many solutions to the differential equation f dash of x is equal to 2x minus 1, we can obtain a particular solution by specifying the value that the function must assume at a certain value of x. For example, suppose we assume that the solution f of x is equal to x square minus x plus c must satisfy a condition f of 1 is equal to 3. നമ്മൾ വിചാരിക്കുകയാണ് എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ കിട്ടുക? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എഫ് ഓഫ് എക്സ്. അതിലെ എക്സിന് 1 കൊടുക്കുമ്പോൾ 3 വരണം. ഇപ്പൊ എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു 3. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ 3 കൊടുക്കാനാ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? സി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. c is equal to 3. അപ്പോൾ ഇവിടെ f of x എന്താവും? f of x is equal to x square minus x plus 3. c ക്ക് പകരം 3 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ടായത്? നമ്മൾ f of 1 is equal to 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? എനിക്ക് c യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി വേറെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എനിക്ക് വേറെ c ആണ് കിട്ടുക. അപ്പോൾ എന്തുണ്ടായത്? x ന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഞാൻ സപ്പോസ് ചെയ്തപ്പോൾ x ന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ എനിക്കൊരു വേറെ f കിട്ടും, f of 1 അല്ലെങ്കിൽ f of 2 കിട്ടും. ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടാണ് ഞാൻ f of x കണ്ടുപിടിച്ചത്, c യുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ടിവിറ്റി, the condition f of 1 equal to 3 is an example of an initial condition. More generally, an initial condition is a condition that is imposed on the value of f at a number x is equal to a. Geometrically, this means that the graph of the particular solution passes to the point a comma f of a. ഇതൊന്നും മനസ്സിലാക്കി ഇതൊക്കെ വെറുതെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷനിലെ കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിന് ഞാൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയാം. നമുക്ക് അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.